തലയ്ക്ക് സുഖമില്ലെങ്കിൽ പോയി ഭ്രാന്താശുപത്രി കിടക്ക്. ബിച്ച്. ജുവൽ, ക്ലാര, നീ വിഷമിക്കരുതെന്ന് ഞാൻ പറയില്ല. കാരണം ലോകത്തൊരമ്മയും തൻ്റെ മകളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ് നീ കേട്ടത്. ഈ ജീവിതം തുടങ്ങിയത് നമ്മൾ മാത്രമായിട്ടല്ലേ? അത് അവസാനിക്കുമ്പോഴും അങ്ങനെ തന്നെയാവും. മക്കൾ അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന സന്ദർശകരാണ്. അവരെ സ്നേഹിക്കണം. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കരുത്. ഈ ലോകത്ത് ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അതുപോലെ പേടിച്ചു പോയല്ലോ. ഇതെപ്പാ വന്നു? എങ്ങനെ അകത്ത് കയറി? ഫ്രണ്ട് ഡോറിലൂടെ. അങ്കിളും ആന്റിയൊന്നും ഇവിടെ ഇല്ലേ? അവര് കോട്ടയത്തൊരു കല്യാണത്തിന് പോയിരിക്കുക. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? രാഹുൽ ഇപ്പോഴും പിണക്കത്തിലാണോ? വേണ്ട വേണ്ട, എനിക്ക് ആരുടെ സഹായം വേണ്ട. തന്റെ വീട്ടിൽ നിന്നാണല്ലോ. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കും. പറയാതെയാണോ പോകുന്നത്? സോറി, അങ്കിളിനോട് എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ജുവൽ, ചുമ്മാ കളിക്കല്ലേ. നോ രാഹുൽ, ഐ എം സീരിയസ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. ഒരു പെൺകുട്ടി രാത്രി ഇറങ്ങിപ്പോയാലുള്ള അപകടം അറിയാലോ. എങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ പറയില്ല. ഇല്ല. ഹലോ. ആ ആൻറ്റി, ജുവലോ? ഇല്ല ആൻറ്റി, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇല്ല, അറിയില്ല. ആ ശരി. നീ അത് പറഞ്ഞില്ലെങ്കിൽ അവരിങ്ങോട്ട് വരും. അവർക്കറിയാം ഞാൻ ഇവിടെ ഉണ്ടാവൂന്ന്. മമ്മിയായിട്ടൊരു ഫൈറ്റ് കഴിഞ്ഞിട്ടാ വന്നത്. ഐ കാൻ ഫേസ് ഹർ. ആർ യു ഹാപ്പി നൗ? നീ എനിക്കൊരു ഉപകാരം ചെയ്യാവോ? ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാവോ? ആ. ഇനി വെള്ളത്തിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് പേടിയാവുന്നു ജോ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. വേറെ ആരെങ്കിലും വിളിക്കാനുണ്ടോ എന്ന് ആലോചിക്കുക. അവള് പോവാൻ സാധ്യതയുള്ള എല്ലായിടത്തും ഞാൻ വിളിച്ചതാ. എന്നാ നീ രാഹുലിനെ വിളിച്ച് ഒന്നുകൂടെ ചോദിക്കുക. രാഹുൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. നീ രാഹുലിനെ വിളിച്ചപ്പം അവൻ നിന്നോടൊന്നും ചോദിച്ചില്ലേ? ഇല്ല. എങ്കിൽ അവൾ അവിടെ തന്നെയുണ്ട്. ജുവൽ, പോയി വണ്ടിയിലിരി. എടാ, ക്ലാര വിളിച്ചപ്പോ നിനക്ക് പറയാമായിരുന്നില്ലേ ജുവൽ ഇവിടെ ഉണ്ടെന്ന്? അവരെന്ത് ടെൻഷൻ അടിച്ചെന്നറിയോ? അപ്പൊ അതിനവളെ സമ്മതിക്കണ്ടേ? ഞാൻ അത് പറഞ്ഞ ഉടനെ ഈ രാത്രിയിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന അവള് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? ഈ അവസ്ഥയിൽ അവളുടെ പുറകെ പോകാൻ പറ്റുമോ? മൊബൈൽ ആണെങ്കിൽ ഓഫ് ചെയ്ത് കയ്യിലും വെച്ചു. വെറുതെ രാഹുലിനെ വഴക്ക് പറയണ്ട. എന്റെ മകളുടെ പ്രവൃത്തി ദോഷം അല്ല. എന്താ? സോറി രാഹുൽ, വെറുതെ നീയും. ഹേയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്കിളിനി അവളെ വഴക്കൊന്നും പറയണ്ട. വഴക്ക് പറയേണ്ട പ്രായത്തിൽ അത് പറഞ്ഞില്ല. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? പോട്ടെ രാഹുൽ. ക്ലാര ഇത്ര പാവായി പോയല്ലോ. ക്ലാര എന്താ കരുതിയത്? ഒരു ദിവസം കൊണ്ട് ജുവലങ്ങ് മാറുമെന്നോ? ഇവിടെ എന്താ പറ്റിയെന്നറിയോ? ക്ലാര ഉദ്ദേശിച്ച മെസ്സേജ് കൺവേ ചെയ്യാൻ സാധിച്ചില്ല. ആൻഡ് ഷീ ഗോട്ട് ദ റോങ് മെസ്സേജ്. ക്ലാര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ടാപ്പ് ഡാൻസ് കളിച്ചുകൊണ്ട് ചെന്നപ്പോൾ അവൾ വിചാരിച്ചത് നമ്മളെ കളിയാക്കാനാണെന്ന്. ഇവിടെ ക്ലാരയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു പ്രായം വരെ എന്തിനും ഏതിനും തന്നെ ആവശ്യമുണ്ടായിരുന്നു തൻ്റെ മകൾക്ക് ഇപ്പം തന്നെ വേണ്ട.
അല്ലെങ്കിൽ തന്നിൽ നിന്നും അകന്നു പോകുന്നു എന്നൊരു തോന്നൽ. ഒരുതരം പോസിറ്റീവ്നെസ്സും ആങ്സൈറ്റിയും ചേർന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നുണ്ടാവുന്നതാണിത്. ചില അമ്മമാരത് പുറത്ത് കാണിക്കില്ല, ചിലരത് പുറമേ പ്രകടിപ്പിക്കും. ഫലമെന്താ? മകൾ ഇറിറ്റേറ്റഡ് ആവും. ക്ലാര, അമ്മമാരുടെ സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കില്ല. ഇവിടെ ക്ലാര വാശി പിടിച്ചാൽ ജുവൽ കൂടുതൽ റിബൽ ആവത്തേ ഉള്ളൂ. ഡോണ്ട് വറി, ഞാനൊരു വഴി പറയാം. ഇപ്പോൾ ജുവൽ എല്ലാ കാര്യങ്ങൾക്കും പപ്പയുമായി, ജോസഫുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആം ഐ റൈറ്റ്? അതെ, അതിവർ തമ്മിൽ പ്രശ്നമായതുകൊണ്ടാ. ഓക്കെ, പക്ഷേ ഇനി ഇത് പാടില്ല. ജോസഫ് ജുവലിനെ എല്ലാ കാര്യങ്ങൾക്കും ക്ലാരയുടെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യണം. അങ്ങനെ ജുവൽ ക്ലാരയുടെ അടുത്തേക്ക് വരുമ്പോൾ ക്ലാര ഒന്ന് അയഞ്ഞു കൊടുക്കണം. ഡോണ്ട് കൺട്രോൾ ഹർ. അപ്പോൾ ക്ലാരയുടെ അടുത്ത് ജുവൽ കംഫർട്ടബിൾ ആവും. പക്ഷേ ക്ലാര പെട്ടെന്ന് റിസൾട്ട് പ്രതീക്ഷിക്കരുത്. സമയമെടുക്കും, ക്ഷമ വേണം. ക്യാൻ ഹാൻഡിൽ ഇറ്റ്? ഗുഡ്. ലെറ്റ്സ് ഹോപ്പ് എ മിറക്കിൾ വിൽ ഹാപ്പൻ. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഞാൻ അപ്പോളജൈസ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. എന്തിനു ചെയ്യണം? മമ്മിയാണ് എന്നെ കളിയാക്കിയത്. നോ ജുവൽ, യു ആർ റോങ്. മമ്മി ജുവലിനോട് അടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. But you ruined it. Amir, don't teach me. Let's not talk about this. ഓ, അതിന്റെ അർത്ഥം ജുവലിന് ഗിൽറ്റി ഫീലിംഗ്സ് ഉണ്ടെന്നാണ്. Why should I feel guilty? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സോറി, ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. ഈ ഒരു പ്രശ്നത്തിൽ ജുവലിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനാവില്ല. Oh please, who needs your support? I don't want your support. And you know something? I hate you. I hate you. Ouch. കിടന്നോ ഒച്ചയിടാതെ, എനിക്ക് പഠിക്കണം. നീ പോടാ പട്ടി. നീ പോടി പട്ടി. എടാ ഇതമ്മോ stupid. ഹായ് ജുവൽ, ഹാപ്പി ടു സീ യു ബാക്ക്. എന്നോടുള്ള പിണക്കമൊക്കെ തീർന്നോ? എനിക്കാരോടും പിണക്കമൊന്നുമില്ല. ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞ് കട്ട് ചെയ്തത് ആരാ? അതെനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. I don't mean that. അപ്പൊ ഇതാണ് ജുവലിന്റെ പ്രശ്നം. ആരെങ്കിലും തന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ അവരെ ഇഷ്ടമല്ല. ഇത് തന്നെയാ മമ്മിയുമായുള്ള പ്രശ്നത്തിന്റെ കാരണം. ആയിരിക്കാം, അതെന്റെ സ്വഭാവം. അത് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ലായിരിക്കാം, ബട്ട് യു ക്യാൻ കൺട്രോൾ ഇറ്റ്. ഉപദേശിക്കാൻ ആർക്കും സാധിക്കും. നോ, യു ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ സഹായിക്കാം. പക്ഷേ ജുവൽ എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ? കൊച്ചു കൊച്ചു പ്രവൃത്തികളിലൂടെയും കൊച്ചു കൊച്ചു വിട്ടുവീഴ്ചകളിലൂടെയും അത് സാധിക്കും. ജുവൽ, ത്യാഗമുള്ളിടത്തെ സ്നേഹമുണ്ടാവും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമീർ, പക്ഷേ എന്താണെന്ന് അറിയില്ല. ചേച്ചി, ഞാൻ കുറച്ചേരം കമ്പ്യൂട്ടറും കളിച്ചോട്ടെ പ്ലീസ്? ഇപ്പൊ പറ്റില്ല, ഞാൻ ചാറ്റ് ചെയ്യുന്ന കണ്ടൂടെ? ഓ, എപ്പോ നോക്കിയാലും ചാറ്റി. ഈ ചേച്ചിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചൊന്നുമല്ല. അതെ, ഇത് എന്റെ മാത്രം കമ്പ്യൂട്ടറാ. ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയതാ. നിനക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിത്തരാൻ പറ. ജുവൽ, ജുവൽ, ലിസൺ ടു മീ. ഞാൻ മമ്മിയോട് പറയും. എന്നാ നീ പോയി പറ. ജുവൽ, will you please listen to me? സാരമില്ല മോനെ, ഡാഡിയോട് നിനക്ക് വേറൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ പറയാം കേട്ടോ. ജോക്കുട്ട, പോയി കളിച്ചോ. യെസ്, അപ്പോ പേടിയുണ്ട്. ദേഷ്യം വരുമ്പോ എന്നെ ഓർത്താ മതി. Then smile and say for Amir. For Amir. അവിശ്വസനീയമായി തോന്നുന്നു. അതെ, പക്ഷെ സത്യമാണ് ഡോക്ടർ. എന്ത് പറഞ്ഞാലും എന്നെ എതിർക്കുന്ന എൻ്റെ മോള് ഇപ്പൊ ഞാൻ പറയുന്നൊക്കെ അനുസരിക്കുന്നു, എന്നെ സഹായിക്കുന്നു. ഇത്ര പെട്ടെന്നൊരു മാറ്റം. യെസ്, അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. ആരോ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ചെയ്യും പോലെ. മേ ബി ഇറ്റ്സ് ജെന്യുവൻ. ക്ലാരയോടും ജോക്കുട്ടനോടുമുള്ള സമീപനത്തിലാണ് പ്രകടമായ ഒരു മാറ്റം കാണുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഡോക്ടർക്ക് അറിയാമല്ലോ. നമ്മുടെ ക്ലബിലെ പല ഫംഗ്ഷൻസിലും ജുവൽ വരാറില്ല. ഇപ്പോൾ തന്നെ അടുത്ത മാസത്തിലുള്ള ഫംഗ്ഷന് ഞാൻ വിളിച്ചതാ. ഓ, അക്കാര്യം ഞാനങ്ങ് മറന്നു. ഇദ്ദേഹമാണല്ലോ അടുത്ത പ്രസിഡന്റ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. കഴിഞ്ഞ മീറ്റിംഗ് എനിക്ക് വരാൻ പറ്റിയില്ല, തമ്പിയമ്മ വിളിച്ച് പറഞ്ഞതാ. സത്യം പറയാമല്ലോ, എനിക്ക് യാതൊരു താല്പര്യമില്ല. എൻ്റെ തലയെ കെട്ടിവെച്ചതാ. ഓക്കെ, എന്നിട്ട് ജുവൽ എന്ത് പറഞ്ഞു? ഞാൻ പ്രസിഡന്റ് ആകുന്ന ഫംഗ്ഷനാണെന്ന് പറഞ്ഞിട്ടും വരുന്നില്ല എന്ന് അവൾ തീർത്തു പറഞ്ഞു. ഒന്നുകൂടെ നിർബന്ധിച്ച അവൾ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോ നോ, ഡോണ്ട് ഫോഴ്സ്. ഒരു ഫംഗ്ഷനും ഞങ്ങളുടെ കൂടെ വരാൻ അവൾ തയ്യാറാവുന്നില്ല. എന്താണ് അതിന്റെ കാര്യം എന്നാ മനസ്സിലാകാത്ത? എനിക്ക് ഇഷ്ടമല്ല, അത് തന്നെയാ കാര്യം. ഞാൻ എന്നൊക്കെ ക്ലബിൽ ഫംഗ്ഷന് പോയിട്ടുണ്ടോ അന്നൊക്കെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ് വഴക്ക. മമ്മയ്ക്കാണെങ്കിൽ അണിഞ്ഞൊരുങ്ങി നടക്കാൻ നല്ല കഴിവുണ്ട്, എനിക്കതില്ല.
മമ്മിയുടെ കുറ്റപ്പെടുത്തൽ കേട്ട് കേട്ട് സത്യം പറഞ്ഞ എന്റെ ഡ്രസ്സിങ്ങിലുള്ള കോൺഫിഡൻസേ നഷ്ടപ്പെട്ടു. എന്തിട്ടാലും ശരിയായില്ല എന്നൊരു തോന്നല. ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയില് എങ്ങനെയാ ഒരു ഫംഗ്ഷൻ എൻജോയ് ചെയ്യാൻ പറ്റുക? സോ ദാറ്റ്സ് യുവർ പ്രോബ്ലം. എന്നാ ഫംഗ്ഷൻ? അടുത്ത മാസം 18-ാം തീയതി. ഞാൻ സഹായിക്കട്ടെ? എങ്ങനെ? സി, ഐ എം എ ഡിസൈനർ. ഞാൻ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തരാം. ഇന്നേ വരെ എന്നെ കണ്ടിട്ടില്ലാത്ത അമീർ എങ്ങനെ എനിക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യും? ഈസി. ഞാൻ പറയുന്ന അളവുകൾ എടുത്ത് അയച്ചു തരിക. കൂടെ ജുവലിന്റെ ഒരു ഫോട്ടോയും. ഫോട്ടോ എന്തിനാ? ഫോട്ടോ കണ്ടാലേ എന്ത് ടൈപ്പ് ഡ്രസ്, എന്ത് കളർ, എന്ത് ഹെയർ സ്റ്റൈൽ എന്നെനിക്ക് തീരുമാനിക്കാൻ പറ്റൂ. അല്ല, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ അയച്ചാൽ മതി. Wow, gorgeous. You are really beautiful. Thank you. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ഹോ, വെളിയിലെടുത്തോണ്ട് പോകാൻ പറ്റിയ ഒറ്റ എണ്ണമില്ല. ജോ, എനിക്ക് ഫംഗ്ഷൻ എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി വേണം. ആലോചിക്കാം. ഇനി സമയമുണ്ടല്ലോ. ഫംഗ്ഷൻ അടുത്ത മാസമല്ലേ ഉള്ളൂ. ഈ ഷെൽഫ് മുഴുവൻ നിന്റെ സാരിയല്ലേ ഇരിക്കുന്നത്? അതൊക്കെ കൊടുത്ത് എല്ലാരും കണ്ടിട്ടുള്ളതാ. മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത് നാണം മറയ്ക്കാനാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ ഇതുപോലെ ലുങ്കി ഷർട്ട് ഇട്ടുണ്ടെങ്കിൽ ഇറങ്ങാമല്ലോ ഫംഗ്ഷന്. അല്ല, നാണം മറഞ്ഞാ മതിയല്ലോ. ഡാഡി, ക്ലബിലെ ഫംഗ്ഷന് ഞാനും വരുന്നുണ്ട്. ഞാൻ മീറ്റിങ്ങിന് വരില്ല, റിസപ്ഷൻ എത്തിക്കോളാം. പിന്നെ എനിക്കിഷ്ടമുള്ള ഡ്രസ്സേ ഞാൻ ഇടുള്ളൂ. അത്രേ ഉള്ളൂ, മതി. മോക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടാ മതി. പക്ഷെ മോള് വരണം. ജോ, ഇത് സാധാരണ ഫംഗ്ഷൻ ഒന്നും അല്ല. അവൾ അവൾക്ക് തോന്നിയതുപോലുള്ള ഡ്രസ് ഇട്ടാ. അവൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ. അവൾ എന്തിടണമെന്നുള്ളത് അവള് തീരുമാനിക്കും. ഈ വസ്ത്ര സ്വാതന്ത്ര്യം ഭരണഘടനയിലുള്ളതാ. ഒരു ഭരണഘടന. എന്ത് നല്ല സാരി. ഹായ്, ഇത് ഫംഗ്ഷനിൽ ഉടുത്താ നീ കലക്കും. ഞാനും പ്രായപൂർത്തിയായ ഒരു പെണ്ണ. വസ്ത്ര സ്വാതന്ത്ര്യം ഭരണഘടനയിലുള്ളതാ. അതാ. മോളും കൊള്ളാം, അമ്മയും കൊള്ളാം. ഹായ് ജുവൽ, ഹെയർ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇതിലുണ്ട്. ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങുന്നതായിരിക്കും നല്ലത്. ഓൾ ദി ബെസ്റ്റ്, അമീർ. The meeting of the club is adjourned for fellowship and dinner. You're